സാർ, ഈ 60 വർഷം കൊണ്ട് കേരളം വളരെയേറെ നേട്ടങ്ങൾ നേടിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനം നമ്മളായിട്ട് കാണുന്ന, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്ന 3 ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സമുദായ സൗഹാർദ്ദം. 2, പുരോഗമന ആശയങ്ങളോട് നമ്മൾ കാട്ടിയിട്ടുള്ള ആഭിമുഖ്യം. 3, സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിൽ രാജ്യത്തിന് മാതൃകയായി നമ്മൾ നടത്തിയിട്ടുള്ള നടപടികൾ. സർ, ഇത് 3 ഈ 60 കൊല്ലത്തെ നേട്ടങ്ങളിൽ അഭിമാനം കൊള്ളുമ്പോൾ ഈ 3 പ്രത്യേകതകളും നമുക്കെന്നും കാത്തു സൂക്ഷിക്കാൻ സാധിക്കണം. സർ, നമ്മൾ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ നേടിയ നേട്ടം ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിന് തന്നെ ഒരു അത്ഭുതമാണ്. നമ്മൾ പല കാര്യങ്ങളിലും പൊതുവിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ മേഖലയിലും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. കേരളം ഇന്ന് ഡിജിറ്റൽ സ്റ്റേറ്റായിട്ട് മാറിയിരിക്കുക. അങ്ങനെ നമ്മൾ ലക്ഷ്യമിട്ട വലിയ നേട്ടങ്ങൾ നമുക്ക് ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് ആത്മവിശ്വാസമായിട്ട് മാറണം. നമുക്കൊരു കുറവ് സംഭവിച്ചു. ഈ നേട്ടങ്ങളുടെ ഒക്കെ നടുവിലൊരു ഓട്ടം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസന രംഗത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വലിയ വീഴ്ചകൾ വന്നിട്ടുണ്ട്. ആ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ നമുക്ക് വർദ്ധിപ്പിക്കണം. അതിലൂടെ കേരളത്തിൻ്റെ അനന്തമായ ടൂറിസം രംഗത്തെ അനന്തമായ സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. IT, ഉന്നത വിദ്യാഭ്യാസ രംഗം, ആയുർവേദം ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവന മേഖലയുടെ പ്രവർത്തനങ്ങൾ, ഈ രംഗങ്ങളിൽ നമുക്ക് വൻതോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകണം. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള മലയാളികളുടെ ഈ 60 കൊല്ലത്തെ പങ്കാളിത്തം നമുക്കൊരിക്കലും വിസ്മരിക്കാനാവില്ല. അവരുടെ സാമ്പത്തിക സ്രോതസ്സിൽ കൂടിയുള്ള അവരുടെ പങ്കാളിത്തം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ കേരളത്തിന് പുറത്തുണ്ടാക്കിയ സൽപ്പേര് അഭിമാനകരമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ലോകത്തെമ്പാടും നടക്കുന്ന മാറ്റങ്ങൾ കേരളത്തിലും ഉൾക്കൊള്ളുന്നതിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നതിലും അവർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. സാറ്, നമ്മുടേതായ തനത് നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ, നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ ഇനിയുള്ള അവസരം ഈ 60ാം വാർഷികത്തിൽ നിന്ന് കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.